ഫ്രോസൺ ആയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ വാങ്ങിച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ഗാർലിക്ക് നന്നായിട്ട് ആ ഒരു ബട്ടറിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മൈദ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബട്ടറിൽ നന്നായിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബട്ടറാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു മൈദ കരിഞ്ഞു പോവാതെ ആ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു കട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് ക്ഷമ വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ കുറച്ച് കട്ടയെ പോലെയൊക്കെ തോന്നും. പിന്നീട് കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു കട്ടയൊക്കെ ഉടച്ചത് ഇതുപോലെ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പ്, അതുപോലെ തന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി ആ ഒരു പേസ്റ്റ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറേശ്ശേയും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒരു ലൂസാക്കി എടുക്കുകയാണേ. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ലൂസാക്കി എടുക്കുക. തണുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ അധികം ഒന്ന് ലൂസാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് സോസിൻ്റെത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ആണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ ഒരു ചീസി ഒരു ക്രീമി റെഡി ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കോണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി ഒരു ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒറിഗാനും അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ചീസി ആയിട്ടുള്ള കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ പാസ്ത വൈറ്റ് സോസ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കോൺ ഇങ്ങനെ ഒരുപാടുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ഒരു പാസ്തയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്നത്. ആ ഒരു സോസ് ഉണ്ടാക്കാൻ ഇത്തിരി ഒരു ടൈമൊക്കെ നമുക്ക് വേണം. അതുപോലെ തന്നെ കുറച്ച് ചിലവുണ്ട്, പാലും ബട്ടറൊക്കെ അത്യാവശ്യമാവും. പക്ഷേ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇനി കോണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.